നടൻ ബാലയുടെ ഉപദ്രവം കാരണം താൻ മകളെയും എടുത്ത് വീട്ടിൽ നിന്ന് ഓടിയെന്ന് ഗായിക അമൃത സുരേഷ് പുറത്തുവിട്ട ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ ഇപ്പോഴിതാ ഇവരുടെ ഡ്രൈവറായിരുന്ന ഇർഷാദും നടൻ ബാലയുടെ തനിനിറം തുറന്നു പറയുകയാണ്. അമൃതയെ ബാല ഉപദ്രവിക്കുന്നത് താൻ പലതവണ കണ്ടിട്ടുണ്ട് എന്ന് തന്നെ ഇർഷാദ് പറയുന്നു. ഇനിയും ഇവരെ ഉപദ്രവിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരുമെന്നും ഇർഷാദ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുകയാണ്. അതായത് 14 വർഷത്തെ നിശബ്ദതയ്ക്ക് അവസാനം കുറിച്ചതിന് ഒരുപാട് നന്ദി അനിയ എന്ന് തന്നെയാണ് ഇർഷാദിന്റെ വീഡിയോയ്ക്ക് പിന്നാലെ അമൃതയും നന്ദി അറിയിച്ചിരിക്കുന്നത്. അതേസമയം അമൃത സുരേഷും മകൾ പാപ്പുവും പറയുന്നത് സത്യമായ കാര്യങ്ങളെന്നും ബാല ഇവരെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും അത് താൻ കണ്ടിട്ടുണ്ടെന്നുമാണ് ഇർഷാദ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെ വെളിപ്പെടുത്തുന്നത്. എല്ലാത്തിനും താൻ സാക്ഷിയായിരുന്നു എന്ന് തന്നെയാണ് ഇർഷാദ് പറയുന്നത്. ഇർഷാദിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 2010 ബാലയുടെ ഡ്രൈവറായി ജോലിക്ക് കയറുന്നത്. അവരുടെ വിവാഹം കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷമായിരുന്നു അത്. അവർ പിരിയുന്നത് വരെയും ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ബാല ചേച്ചിയെ ഉപദ്രവിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പിരിഞ്ഞതിന് ശേഷം ഞാൻ ചേച്ചിക്കൊപ്പം ഡ്രൈവറായി പോവുകയായിരുന്നു. പോകാൻ കാരണങ്ങളുണ്ട്. ചേച്ചിയെ ബാല ടോർച്ചർ ചെയ്യുന്നത് പോലെ എന്നെയും ചവിട്ടി ഉപദ്രവിച്ചിട്ടുണ്ട്. മൂക്കിൽ നിന്നും രക്തം വരെ വരുന്ന അവസ്ഥയുണ്ടായി. എനിക്കന്ന് 18 വയസ്സാണ്. തിരിച്ചു പ്രതികരിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല അയാളോട് ഒരു ബഹുമാനമുണ്ടായിരുന്നു. ചേച്ചിക്കും കുടുംബത്തിനും അവരുടെ അമ്മയ്ക്കുമൊക്കെ ഒരു മകനെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയാണ് അവർ എന്നെ കണ്ടിരുന്നത്. ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണമുണ്ട്. ചേച്ചിയുടെയും പാപ്പുവിൻ്റെയും വീഡിയോ കണ്ടു. പാപ്പുവിൻ്റെ വീഡിയോയിലെ കുറേ കമൻറ്റുകൾ കണ്ടു. പാപ്പുവിനെ ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന്. ഒരിക്കലും ചേച്ചിയും അമ്മയും അഭിയും അങ്ങനെ ചെയ്യില്ല. കാരണം പപ്പുവിനെ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവരാൻ താല്പര്യമില്ല. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നേരത്തെ ആകാമായിരുന്നു. 14 വർഷമായിട്ട് എന്നോട് ഇതുവരെയും അവരുടെ കുടുംബം എന്നോട് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം എല്ലാ സത്യങ്ങളും എനിക്കറിയാവുന്നതാണല്ലോ. അത് പുറത്ത് പറയാൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഇതുവരെ നീ എവിടെ ആയിരുന്നടാ എന്ന് ചിലർക്ക് തോന്നുമായിരിക്കും. ഇത്രയും കാലം ഞാൻ മിണ്ടാതിരുന്നതാണ്. പാപ്പുവിൻ്റെയും ചേച്ചിയുടെയും വീഡിയോ കണ്ട് വിഷമമായതുകൊണ്ടാണ് ഈ തുറന്നു പറച്ചിൽ. ആ വീഡിയോയിൽ പറഞ്ഞതൊക്കെ സത്യമാണ്. ഈ വീഡിയോ ഇടുന്നത് പോലും അവർക്കറിയില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയാനുണ്ട്. 3 പെൺകുട്ടികളും ഒരു അമ്മയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് അവരുടേത്. അവർ പരമാവധി സഹിച്ചു. ഇതുവരെയും ചേച്ചി ഈ വിഷമത്തിൽ പ്രതികരിച്ചിരുന്നില്ല. പാപ്പുവിനെ ഓർത്താണ് ചേച്ചി ഇതുവരെ മിണ്ടാതിരുന്നത്. ബാലയുടെ പിന്നാലെ നടക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. അവർ ഇവരെ വലിച്ചു കീറിയിട്ടുണ്ട്. ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പലതും ഞാനും പുറത്തു പറയും. നിങ്ങളോടൊരു അപേക്ഷയാണ്. ചേച്ചിയും പാപ്പുവും പറഞ്ഞതൊക്കെ സത്യമാണ്. കൊച്ചുമനസ്സിൽ കള്ളമില്ല എന്നത് ചെറുപ്പം മുതലേ കേൾക്കുന്നതല്ലേ. കൊച്ചുമനസ്സിൽ കളങ്കമില്ല. ഇനിയും ബാല ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരും. ബാലയെ ഞാൻ ഭീഷണിപ്പെടുത്തുന്നതല്ല, അങ്ങനെ തോന്നണ്ട. ഇതിനു മുമ്പൊരു വീഡിയോ ഇട്ടപ്പോൾ ബാല ഭീഷണിപ്പെടുത്തുന്ന തരത്തിലൊരു വീഡിയോ എനിക്കെതിരെ ഇട്ടിരുന്നു. അന്ന് എന്നെ പേടിപ്പിച്ച് ആ വീഡിയോ നീക്കം ചെയ്യിപ്പിച്ചിരുന്നു. ഇനിയും ഇവരെ ദ്രോഹിച്ചാൽ പലതും തുറന്നു പറയുമെന്നാണ് ഇർഷാദിൻ്റെ വാക്കുകളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.